Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 എക്സാമിന് ഫെയിലായി എന്ന് കരുതി വിഷമിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ ഉള്ളൊരു ഹാപ്പി ന്യൂസ് ആണ് ഇന്നത്തെ വീഡിയോ. ഫൈനലി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് എക്സാം എഴുതാൻ പറ്റുക, എത്ര സബ്ജക്റ്റ് എഴുതാം, എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് രജിസ്ട്രേഷൻ, അങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ കൂടെ ശ്രമിക്കണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ അഡ്മിഷൻസ് കൂടെ ഈ ഒരു ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്യണം. 7012787895. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഡൗട്ട്സാണ് സ്റ്റുഡൻസിന് വരുന്നത്. അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് വരുന്നൊരു കോമൺ ഡൗട്ടാണ്, എക്സാം ഫെയിലായ സ്റ്റുഡൻസിന് ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കുമോ, എത്ര സബ്ജക്റ്റാണ് മാക്സിമം എഴുതാൻ പറ്റുക, +1ഉം +2ഉം ഒപ്പം തന്നെ നമ്മൾ എഴുതി പോകണോ, ഏത് സ്കോറാണ് എടുക്കുക, ഹയസ്റ്റ് ആണോ, അത് നമ്മുടെ ഉള്ള സ്കോർ വീണ്ടും മൈനസ് ആവാൻ ചാൻസ് ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ഡൗട്ട് ഉണ്ട് അല്ലേ. സോ അതിനൊക്കെ ഉള്ള ഉത്തരമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ കൂടെ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഓരോ ഡൗട്ടും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലി വന്നിട്ടുണ്ട്. സോ ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് എന്തൊക്കെയാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 2026 12-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയാണ്. ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് എല്ലാം കഴിയുന്നതായിരിക്കും. ഒന്നുകൂടെ പറഞ്ഞു തരാം, നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 12-ാം തീയതി മുതൽ 17-ാം തീയതി വരെ ആയിരിക്കും. ഇനി ഒക്ടോബറിൽ നടക്കുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൽ ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ റെഗുലർ സ്റ്റുഡൻസ്, അതായത് 2026-ൽ +1 എക്സാം എഴുതിയ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും 3 സബ്ജക്റ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരം ലഭ്യമാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് 2026-ൽ മാർച്ച് എക്സാം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണത്താൽ ആബ്സെൻ്റ് ആയി എന്നുള്ള സ്റ്റുഡൻസിന് ഡെഫിനറ്റ് ആയിട്ടും സപ്ലിമെൻ്ററി എക്സാമിന് രജിസ്റ്റർ ചെയ്ത് ഈ വരുന്ന ഒക്ടോബറിൽ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, +1 എക്സാമിന് ഏതെങ്കിലും വിഷയത്തിന് ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ഈ +1 സബ്ജക്റ്റ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പം 4 സബ്ജക്റ്റാണ് ആബ്സെൻ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. പകരം 6 സബ്ജക്റ്റും ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും എഴുതാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് +2 എക്സാം എഴുതി അതിൽ ഫെയിലായി, എഗെയിൻ എക്സാം ജൂണിലത്തെ അറ്റൻഡ് ചെയ്തിരുന്നു, അതിലും ഫെയിലായി. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനും ഡെഫിനറ്റ് ആയിട്ട് ഒക്ടോബറിൽ നടക്കുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ആണ് +2 എക്സാം എഴുതി അതിൽ ഫെയിലായി, എഗെയിൻ എക്സാം ജൂണിലത്തെ അറ്റൻഡ് ചെയ്തിരുന്നു, അതിലും ഫെയിലായി. ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനും ഡെഫിനറ്റ് ആയിട്ട് ഒക്ടോബറിൽ നടക്കുന്ന +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ആർക്കും ഇതിൽ ഡൗട്ട് വേണ്ട, എക്സാം എഴുതി ഫെയിലായ സ്റ്റുഡൻസിനും ഒക്ടോബറിൽ നടക്കുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇംപ്രൂവ്മെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് സെപ്റ്റംബർ 10-ാം തീയതിയാണ്. സെപ്റ്റംബർ 10-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. അതുപോലെ എവിടെ നിന്നാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കോമൺ ഡൗട്ടായിരുന്നു. നമ്മൾ മുൻപ് എവിടെയാണോ എക്സാം അറ്റൻഡ് ചെയ്തിരുന്നത് അതേ സ്കൂളിൽ പോയിട്ട് തന്നെയാണ് നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഡെയിലി ക്ലാസ്സിൽ പോകുന്ന +2 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഇൻഫോർമേഷൻസും ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കും. പകരം കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു കാര്യം അറിയാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിനി +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൂടെ വരാനുണ്ട്. ആ ഒരു നോട്ടിഫിക്കേഷനിൽ കൃത്യമായിട്ട് പറയും കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിന് മാക്സിമം എത്ര സബ്ജക്റ്റ് വരെ അറ്റൻഡ് ചെയ്യാം, ഏത് സ്കോറാണ് കൺസിഡർ ചെയ്യുക, +2 കൂടെ ഒക്ടോബറിൽ എഴുതാൻ സാധിക്കുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു നോട്ടിഫിക്കേഷനിൽ ക്ലിയർ ആയിട്ട് വരുന്നതായിരിക്കും. ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും പരീക്ഷ ടൈം ടേബിൾ, അതുപോലെ ഓരോ സബ്ജക്റ്റിനും എത്രയാണ് ഫീസ് വരിക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലി നമ്മൾ കമ്മിങ് ഡേയ്സിൽ തന്നെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷൻസും വീഡിയോസിൻ്റെ ലിങ്കെല്ലാം കറക്റ്റ് സമയത്തിന് ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.